ഹലോ ഗൈസ്, അപ്പോൾ പായസം വെക്കാൻ പോവാണ്. സംഭവം കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇത്തിരി പായസം കിട്ടി. അപ്പോൾ അത് കഴിച്ചപ്പോൾ തൊട്ടിട്ടൊരാഗ്രഹം പായസം കുടിക്കണം എന്ന്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കിന് ഇങ്ങനെ പായസം മിക്സ് കണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഉണ്ടാക്കുന്ന വിധമൊക്കെ അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 4.5% ഫാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നമുക്ക് നേരെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് അവർ കുക്കിങ്ങിൻ്റെ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിലേക്ക് തിളച്ചെറിയുമ്പോൾ ഇതിട്ടിട്ട് 15 മിനിറ്റ് ആവശ്യത്തിന് കുറുകും വരെ ഇതാക്കി വേവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചെറിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയ ഗൈസ്, നമുക്കിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അയ്യോ പോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാലട മിക്സ് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാതെ ദിങ്ങനെ കുറച്ചങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരിട്ട് വേവിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ അത് കൂടാതെ കുറച്ച് നെയ്യും കുറച്ച് മുന്തിരിയും കുറച്ച് കാഷ്യൂനട്ടൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പോരാളി അറിഞ്ഞാൽ പണി പാളും, കാരണം മറ്റേ വിഷുവിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണേണ്. അപ്പോൾ ഇനി അതറിയാണ്ട് വേറെ മേടിച്ച് വെക്കണം. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് പായസം വേവണവരെ ഇളക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളിത് കുറേ നേരമായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിലവർ എഴുതിയേക്കുന്നത് ഒന്നെങ്കിൽ ആവശ്യത്തിന് കുറുകും വരെ, അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നുള്ള രീതിക്ക് ഫോഗ് കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ ആവശ്യത്തിന് കുറുകും വരെ, അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഇത് കുറുകണില്ല, 15 മിനിറ്റോളം ആയെന്ന് തോന്നുന്നു. 15 മിനിറ്റ് ആയിട്ടാണ് ചിലപ്പം. ഇതാണ് നമുക്ക് കുറുക്കി ഇത് പായസം വയ്ക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാലട പായസം ഓൾമോസ്റ്റ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോഴത്തേക്കിനും അത് കുറച്ചും കൂടി കുറുകും, എന്നിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പായസം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടയൊക്കെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്തിരി ഒന്ന് കുടിച്ച് നോക്കി. എന്തായാലും ഒന്നും കൂടി ഒന്ന് കുടിക്കാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, അവർ മധുരമൊന്നും ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേറെ മധുരമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതിനകത്ത് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് മുന്തിരിയും കുറച്ച് നെയ്യും മാത്രമേ ആഡ് ചെയ്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവർ സ്വീറ്റ് അല്ല, ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.